സർവശക്തനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുക്കളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തെ, കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞു നിർത്തുന്ന ശത്രുക്കളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിക്കും. ദൈവത്തിൻ്റെ കരം നമുക്ക് വിജയം നൽകും, സമാധാനവും സന്തോഷവും നൽകും. എന്നാൽ ലോകം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്. സന്തോഷകരമായ സാഹചര്യങ്ങൾ മാറുമ്പോൾ ലോക സന്തോഷം ഇല്ലാതാകുന്നു. എന്നാൽ കർത്താവിലുള്ള ആനന്ദം എന്നത് നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ആഴമായ ദൈവാശ്രയവും സമാധാനവുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനം വ്യക്തമാക്കുന്നു: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. സ്നേഹമുള്ളവരെ, ബാഹ്യമായ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട സന്തോഷമാണ് നമ്മുടെ ശക്തി. ദൈവമാണ് നമ്മുടെ ശക്തി. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം തിരുവചനം വ്യക്തമാക്കുന്നു: തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. നമ്മെ സഹായിക്കുന്ന സർവശക്തനായ യേശു ഇന്നും കൂടെയുണ്ട്. പരാജയങ്ങളിൽ വിജയം നൽകുന്ന ജയാളിയായ ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ സകല പ്രാർത്ഥനകളും കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപറയാം: ജയാളിയായി യേശു എന്നും നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ആമേൻ. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. യൂദാ ഗോത്രത്തിന്റെ സിംഹമായ നമ്മുടെ കർത്താവായ യേശു, അനുഗ്രഹത്തിന്റെ ദാതാവ്, ഇന്നും ജീവിക്കുന്നു. നമ്മുടെ സകല പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകും. വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം, ഏറ്റുപാടാം: എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. യൂദായുടെ സിംഹം എൻ്റെ വഴികാട്ടിയാണ്. നമുക്ക് പറയാം: യേശു എൻ്റെ രക്ഷകൻ. സൈന്യങ്ങളിൽ യഹോവ എഴുന്നള്ളുന്നേ, ശത്രുക്കളെല്ലാം ചിതറിടുന്നേ. സൈന്യങ്ങളിൽ യഹോവ എഴുന്നള്ളുന്നേ, ശത്രുക്കളെല്ലാം ചിതറിടുന്നേ. യഹൂദ ഗോത്രത്തിൻ സിംഹമവൻ, ഇസ്രായേലിൻ യഹോവ ജയവീരൻ. യഹൂദ ഗോത്രത്തിൻ സിംഹമവൻ, ഇസ്രായേലിൻ യഹോവ ജയവീരൻ. അതുകൊണ്ട് ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെ
കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കുന്ന പ്രതികൂലമാകുന്ന ജെറീക്കോ മതിലുകൾ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ തകർന്നു വീഴണം. നമുക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ സകല പ്രതികൂലങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് വിശ്വസിക്കാം, യേശു നമ്മെ സഹായിക്കും, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. യെരിഹോ മതിലുകൾ ഇടിയുന്നു, സാത്താന്റെ കോട്ടകൾ തകരും. ഹല്ലേലൂയ. യെരിഹോ മതിലുകൾ ഇടിയുന്നു, സാത്താന്റെ കോട്ടകൾ തകരുന്നു. ജയത്തിന്റെ പാട്ടുകൾ പാടിടും ഞാൻ, ജയഘോഷമുയർത്തി സ്തുതിച്ചിടുമേ. ആമേൻ. ജയത്തിന്റെ പാട്ടുകൾ പാടിടും ഞാൻ, ജയഘോഷമുയർത്തി സ്തുതിച്ചിടുമേ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ആമേൻ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് ശക്തിപ്പെടുത്താം. നമുക്ക് കർത്താവായ യേശുവിനെ ആരാധിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് വിജയം നേടാം. കാരണം നമ്മുടെ കർത്താവായ യേശു നമുക്ക് വിജയം നൽകും. അവിടുന്ന് വിജയം നൽകുന്ന യോദ്ധാവാണ്. നമുക്ക് വിശ്വാസത്തോടെ പറയാം, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സകല മേഖലകളിലും ഞാൻ വിജയം നേടും. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. അവിടത്തേക്ക് നമുക്ക് മഹത്വം നൽകാം. പോർക്കളത്തിൽ ഞാൻ പൊരുതിടുമേ, ശത്രുപാളയത്തിൽ കയറിടുമേ. പോർക്കളത്തിൽ ഞാൻ പൊരുതിടുമേ, ശത്രുപാളയത്തിൽ കയറിടുമേ. പ്രാർത്ഥനയാലെ ആരാധനയാലെ യേശുവിൻ നാമത്തിൽ ഞാൻ ജയം നേടിയിടും. പ്രാർത്ഥനയാലെ ആരാധനയാലെ യേശുവിൻ നാമത്തിൽ ഞാൻ ജയം നേടിയിടും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ആമേൻ. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളാകുന്ന തീച്ചൂളയിൽ നാം അകപ്പെടുമ്പോഴും ആ തീച്ചൂളുടെ മധ്യത്തിൽ നമുക്ക് വഴിയൊരുക്കി നാലാമനായി നമ്മുടെ കർത്താവ് യേശു കടന്നു വരും. അവിടുന്ന് നമ്മെ സഹായിക്കും. വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സകല പ്രശ്നങ്ങളെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. തീച്ചുളയിൽ എന്നെ എറിഞ്ഞാലും 7 മടങ്ങ് തീ വർദ്ധിച്ചെന്നാലും, തീച്ചുളയിൽ എന്നെ എറിഞ്ഞാലും 7 മടങ്ങ് തീ വർദ്ധിച്ചെന്നാലും, നാലാമനായി എനിക്കായി ഇറങ്ങി വരും. എനിക്കൊരു കേടും വരികയില്ല. ഹല്ലേലൂയ. നാലാമനായി എനിക്കായി ഇറങ്ങി വരും. എനിക്കൊരു കേടും വരികയില്ല. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, വിജയം നൽകുന്ന യോദ്ധാവ് കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് കർത്താവായ യേശു നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന്
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.